എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള 3 വീഡിയോകൾ എടുത്തിട്ട് അതിൽ നിന്നും ഒരു അനാലിസിസ് പോലെയാണ് ഈ വീഡിയോ മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഈ വീഡിയോയെ 3 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ പിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വയനാട് ഇഷ്യൂവും നമ്മുടെ ഡിസാസ്റ്റർ ഫണ്ടിലേക്കുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒലിവിയ ഡിസൈൻസിൻ്റെ വീഡിയോ ആയിട്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ അതുൽ വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത്. ഈ മൂന്നാമത്തെ കാര്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുകൊണ്ടാണത് നമ്മുടെ മൂന്നാം ഭാഗത്തിലേക്ക് മാറ്റിയത്. ഒന്നാമത്തെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, രണ്ടാമത്തത് എനിക്ക് പേഴ്സണലി സംഭവിച്ചൊരു കാര്യം, മൂന്നാമത്തത് നമ്മുടെ അതുൽ വ്ളോഗ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. അപ്പോൾ ആദ്യം നമ്മുടെ വയനാട് വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ, അവിടെ ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാമോ കൊടുക്കണ്ടായോ എന്ന് പറഞ്ഞ് 2 തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മല്ലു ബോയ്സ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ കൊടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുകയും അതിനോടനുബന്ധിച്ച് അദ്ദേഹം അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ പലർക്കും ഒരു സംശയം ഉണ്ടാകും, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ദുരുപയോഗപ്പെടുമോ എന്ന്. ഒരിക്കലും സാധ്യതയില്ല, സാധ്യത വളരെ കുറവാണ്. ഞാൻ 100% സാധ്യതയില്ലെന്നൊന്നും പറയുന്നില്ല, സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങളിപ്പോൾ ന്യൂസിലൊക്കെ തന്നെ കണ്ടു കാണും, ഈ ഫണ്ടുകൾ പലതരത്തിലുള്ള ഓഡിറ്റുകൾക്കും വിധേയമാണ്. ഇതിൻ്റെ ഉപയോഗം ഒരാൾക്കും അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് ഈ ഒരു അക്കൗണ്ടിലെ പണം ചിലവാക്കുന്നതിനും. അത് നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ നിയമപ്രകാരം, വിവരാവകാശ നിയമപ്രകാരം ഈ ഡീറ്റെയിൽസ് നമുക്ക് പൊതുജനങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നിങ്ങൾ കൊടുക്കുന്ന 1 രൂപയാണെങ്കിൽ പോലും അത് കണക്കിൽ കാണിച്ചിരിക്കും. അത് കൃത്യമായി ഗവൺമെൻറ് ചിലവാക്കുകയും ചെയ്യും. നിരവധി ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി സംഭാവനകൾ കൊടുക്കുന്നുണ്ട്, കോടികൾ വരുന്നുണ്ട്. പക്ഷേ അത് പോരാ. നമ്മളുടെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ അതിനെ നമ്മൾ റീജോയിൻ ചെയ്തെടുക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ പ്രളയകാലത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി കൈകോർത്ത് നിന്ന പോലെ നമ്മൾ കൈകോർത്ത് നിന്ന് മുന്നോട്ടേക്ക് നമ്മുടെ കേരളത്തിനെ ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു സാഹചര്യമാണിത്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകുക. നിങ്ങൾക്കതിന് താല്പര്യമില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ വീടിന് അടുത്തുനിന്ന് പല യൂട്യൂബേഴ്സും പല ഇൻഫ്ലുവൻസേഴ്സും പല ആൾക്കാരും സൊമാനസാലെ അവർ നിരവധി സാധനങ്ങളും നിരവധി വസ്തുക്കൾ അവിടേക്ക് വയനാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊരു ഭാഗമാകുക. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും നൽകുക. ഇനി നിങ്ങൾക്ക് അതും സാധിക്കുന്നില്ല, നിങ്ങളുടെ പൈസ ഇല്ല എന്നുള്ള ഭാഗത്തിൽ പലരും ചെയ്യുന്ന ഈ പ്രവർത്തികളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ആക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ട് ഇൻസ്പയറായി മറ്റാർക്കെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും ഇതിനെ ഇൻക്ലൂഡഡ് ആയിട്ട് ഒരുപാട് പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏതൊരു വിഷയത്തെ എടുത്താലും 2 പക്ഷക്കാരാണല്ലോ നമ്മളുടെ നാട്ടിലുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിനും 2 പക്ഷക്കാരുണ്ടാകും. അതിലേക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അതിലേക്ക് കൊടുക്കുന്നത് ചീത്തയാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ ഇതിനകത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂ നമുക്ക് നോക്കിയാൽ തന്നെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറെക്കുറെ അഖിൽമാരായൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. അത് ഒരു ഇൻസ്പിറേഷനായി നിങ്ങൾ ആരും എടുക്കരുത്. നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കൊടുക്കുക. അദ്ദേഹം കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം ആദ്യം 3 വീടുകൾ അവിടെ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അത് 4 വീടുകളായി മാറി. അദ്ദേഹം സഹായിക്കാൻ സന്നദ്ധ മനസ്സോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളും അത്തരത്തിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു ചുവടെടുത്ത് മുന്നോട്ടേക്ക് വെക്കണം. പിന്നെ അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പൊളിറ്റിക്കൽ കളികൾ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ കേന്ദ്രവും കേരളവും ആയാൽ തന്നെ, LDFും UDFും ആയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വാർത്തകളുടെ ആധികാരികത എനിക്കറിയില്ല. അപ്പോൾ കെ സുധാകരൻ കോൺഗ്രസ് മുഖേന തന്നെ ഫണ്ട് കൊടുക്കണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കരുതെന്ന് രമേശ് ചെന്നിത്തലയോട് പറഞ്ഞതായിട്ടൊരു വാർത്ത കാണുകയുണ്ടായി.
VD സതീശൻ അങ്ങനെയല്ല, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെ നിങ്ങൾ കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ പലർക്കും പല തരത്തിലുള്ള വ്യൂ പോയിൻറ്റ്സ് ഉണ്ടാവും. നിങ്ങളാൽ ചിന്തിച്ച്, നിങ്ങൾ മറ്റാരുടെയും അഭിപ്രായങ്ങൾ കേൾക്കരുത്, നിങ്ങൾ മറ്റാരുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നൊരു സംഭവം ഉണ്ടാവും, അത് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തോന്നിയാലും നിങ്ങൾ അവർക്ക് നന്മകൾ ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ നമുക്കിതിന് പിന്നിലുള്ളൂ. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആരുടെയും കയ്യിൽ മാക്സിമം പൈസയായിട്ട് കൊടുത്തു വിടാതിരിക്കുക. ഈ NGOs ആയാലും സന്നദ്ധ സംഘടനയായാലും അവർക്ക് പൈസ എത്തിക്കണം എന്നൊരു സാധനം നിങ്ങൾക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരാളാണെങ്കിൽ മാത്രം കൊടുക്കുക. അല്ലാതെ നിങ്ങൾക്കൊരു സ്ട്രേഞ്ചറായിട്ടുള്ള ആളുടെ പൈസ കൊടുക്കരുത്. കാരണം നമുക്കത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് അറിയാൻ സാധിക്കില്ല. നിങ്ങളല്ലാത്ത രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഫണ്ടായിട്ടാണ് കൊടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയുടേത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെ സംഭാവന ചെയ്യുക. ഇതിൻ്റെ പിന്നിലുള്ള ഒരു പൊളിറ്റിക്കൽ ആ ഒരു സ്റ്റാൻഡിലേക്കൊന്നും നിങ്ങൾ പോകരുത്. ഇതൊന്നും നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. നിങ്ങൾ നിങ്ങളുടേതായ ചിന്തയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുക. നമ്മളെല്ലാം സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരാണ്, അതിനകത്ത് ആർക്കും ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിലുമുള്ള സഹായം കൊടുക്കുക. ഇന്നലെ വരെ നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമുക്ക് മേളിൽ ഒരു സൗകര്യത്തോടെ ജീവിച്ചിരുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഇന്ന് അവർ ഏത് നിലയിലാണെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ഇതിനോടുകൂടെ തന്നെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു, നമ്മുടെ വയനാട്ടിലെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴത്തേനും നമ്മുടെ കർണാടകയിൽ നടന്ന സംഭവങ്ങളുടെ ആ ഒരു ഇമ്പാക്റ്റ് ഇപ്പം നമ്മൾ കാണുന്നില്ല. അതും വിട്ടുപോകരുത്. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണ്, ഒരു അമ്മയുടെ വേദനയെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിഗണിക്കുക. ഈ നമ്മുടെ വീഡിയോയുടെ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഒലീവിയയുടെ കോപ്പിറൈറ്റ് അടിച്ച് കിട്ടിയിരിക്കുന്നു ഗൈസ്. വളരെ 60 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു കുട്ടി ചാനലായ എൻ്റെ ചാനലിൽ ഒലീവിക്കെതിരെ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു വീഡിയോ കുറച്ച് അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. ആ വീഡിയോ അവരിലേക്ക് എത്തിച്ചേരുകയും ഇന്നലെ രാത്രി 12:45 അവരെനിക്ക് കിട്ടലായിട്ടൊരു കോപ്പിറൈറ്റ് അടിച്ചു തരികയും ചെയ്തു. ഞാൻ സമാധാനത്തോടെ കൈപ്പറ്റിയിട്ടുണ്ട്. എനിക്കൊരു ആവശ്യമില്ലായിരുന്നു. എൻ്റെ അടുത്ത് കമൻറ്റിൽ ഒരാൾ പറഞ്ഞതാണ് അവരുടെ ഫോട്ടോ മാറ്റാൻ. ഞാൻ ഫോട്ടോ മാറ്റാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് അടിച്ച് കിട്ടി. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ആ കമൻറ്റ് ഇട്ട വ്യക്തിയെ ഓർക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ ഇന്നാണ് ഞാൻ വിസിറ്റ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു നല്ല മനസ്സോടെ ചെയ്തതാണ്. ഞാനത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് അപ്ലോഡ് ചെയ്തില്ല. കോപ്പിറൈറ്റ് കിട്ടി ബോധിച്ചതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കോപ്പിറൈറ്റ് കിട്ടിയ ആളുകളെല്ലാം നന്മയുടെ പാതയിലേക്ക് മാറുന്ന കണ്ടു. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവർക്കും മാറിയേ പറ്റൂ. കാരണം കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്നൊരു ചാനൽ നഷ്ടപ്പെടുമ്പോഴത്തേനും ഒരുപാട് വിഷമങ്ങളുണ്ടാവും. ഒരു 60 സബ്സ്ക്രൈബർ ആകാൻ തന്നെ ഞാൻ എന്തോരം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് മാത്രം അറിയാം. അതിൽ എൻ്റെ ഈ തുടക്ക സമയത്ത് ഈ 60 സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ നിലവിലുള്ള 60 പേരെയും ഞാൻ നന്ദി പറയുകയാണ്. കാരണം നിങ്ങളാണ് എൻ്റെ തുടക്കം, എൻ്റെ ബേസ് നിങ്ങളാണ്. ഒരിക്കലും ഒലിച്ചു പോകാത്ത എൻ്റെ ബേസാണ് നിങ്ങൾ. കാരണം നമ്മളൊരു ബിൽഡിങ് പണിയുമ്പോഴത്തേനും അതിൻ്റെ അടിത്തറയാണല്ലോ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പിന്നെ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വന്നു തുടങ്ങി. ഒരു ആൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കുറച്ച് നേരം അദ്ദേഹമായിട്ട് ഞാൻ കമൻറ്റിലൂടെ തന്നെ സംസാരിച്ചു ഒരു സൊല്യൂഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റിനെ ഞാൻ മാനിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന അദ്ദേഹം എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. പുള്ളിക്ക് മാത്രമായിട്ടൊരു അഭിപ്രായം വരില്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുള്ള കുറേ പേര് കാണും. അപ്പം നിങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലത്തെ വീഡിയോസ് മാക്സിമം ഡെലിവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. കാരണം ഞാനൊരു തുടക്കമായതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പോകെ നമുക്ക് ശരിയാക്കാം. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഈ കോപ്പിറൈറ്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ യൂട്യൂബിൽ അത്ര ഇതല്ലാത്തതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടിയത് എനിക്ക് അവരുടെ തംബ്നെയിൽ അവരുടെ ഫോട്ടോ ഉപയോഗിച്ചാണ് കോപ്പിറൈറ്റ് കിട്ടിയത്. പക്ഷേ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോഴത്തേനും അവിടെ ഒന്നും കാണിക്കുന്നില്ല, കോപ്പിറൈറ്റ് കിട്ടിയതായിട്ട് ഒരു ഡീറ്റെയിൽസും കാണിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു, അപ്പോൾ ആരും വലിയ യൂട്യൂബേഴ്സ് ആരും അതിന് പ്രോപ്പറായിട്ടൊരു റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കാണിക്കുന്നില്ല, എനിക്ക് മെയിൽ വന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമ്മുടെ മൂന്നാമത്തെ മെയിൻ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇന്നലെ ഞാൻ അതിൽ വ്ളോഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ഭൂരിഭാഗം പേരും അത് കണ്ടിട്ടുണ്ടാവില്ല, തീരെ റീച്ചില്ലാതെ കിടപ്പുണ്ട് ആ വീഡിയോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഇവിടെയാണോ ഐ ബട്ടൺ ഇവിടെ എവിടെയോ വരും, അവിടെ ഞാൻ ആ സാധനം കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ സംസാരിച്ചിരിക്കുന്നത്
അതുൽ ബ്ലോഗ്സ് ഒരു 2 ദിവസമായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളുമായിട്ട് ഒരുപാട് മിസ്മാച്ചസ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളതിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിന് നേരെ ബൾട്ടിയായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ അതുൽ ബ്ലോഗ്സിൻ്റെ വശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ന്യായങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേനും അവർക്ക് പിന്നിൽ പല ഉദ്ദേശങ്ങൾ കാണും. ചിലർക്ക് എൻ്റെ ശക്തമായ നിലപാടുകളെ ജനങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുക എന്നൊരു ഉദ്ദേശം കാണും, ചിലർക്ക് ചിലരെ വിമർശിക്കുക എന്നുള്ളത് കാണും, ചിലർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിരിക്കും. ഇതുപോലെ ഒരു ട്രോൾ വീഡിയോ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ്. നിങ്ങൾ ആ ഒരു തലത്തിൽ തന്നെ ഈ വീഡിയോസിനെ കാണുക. ആ ഒരു എൻ്റർടൈൻമെൻറ്റിനകത്ത് എൻ്റെ അഭിപ്രായങ്ങൾ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം, അല്ലാതെ ഞാൻ ആരെയും വ്യക്തിപരമായി ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ മുറിവേൽപ്പിക്കാനോ ഒന്നുമല്ല വീഡിയോസ് ചെയ്യുന്നത്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസായി മാത്രം കാണുക. ഇനി നമുക്ക് നമ്മളുടെ അതുൽ ബ്ലോഗ്സിൻ്റെ വീഡിയോയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ഞാൻ ഇന്നലെ പുള്ളിയുടെ വശത്ത് നിന്നും ഒന്ന് ചിന്തിച്ച് നോക്കി. പുള്ളി ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു. ഒലീവിയയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആർക്കും കിട്ടാത്ത തരത്തിലുള്ള വോയിസുകളും ഡീറ്റെയിൽസും എല്ലാം അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹം അതെല്ലാം എക്സ്പോസ് ചെയ്യുന്നു. ഈ സാധനം ഭയങ്കര വൈറലാകുന്നു. ഒലീവിയ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. ഒലീവിയ ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്നു. ഒലീവിയയുടെ മിക്ക വീഡിയോസ് നിങ്ങൾ കണ്ടാൽ തന്നെ അതുൽ ബ്ലോഗ്സിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഒലീവിയയുടെ പല മെസ്സേജുകളും വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവർ തമ്മിൽ, ഒലീവിയയും നമ്മുടെ സിബിയണ്ണനും അതുൽ ബ്ലോഗ്സും തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടന്നു. മിനി കൂപ്പർ കൊടുക്കുമെന്ന് പറയുന്നു, കൊടുക്കില്ലെന്ന് പറയുന്നു. അട്ടി പട്ടി വെള്ളപ്പൊക്കം ആ ഒരു സാധനത്തിലേക്കൊക്കെ അത് പോകുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ അതുൽ ബ്ലോഗ്സ് ഒലീവിയായിട്ടുള്ള പ്രശ്നങ്ങൾ വീഡിയോസ് നിർത്തിവെക്കുന്നു. ഒരു കാലയളവിന് ശേഷം അദ്ദേഹം ഈ പ്രശ്നം പറഞ്ഞു തീർക്കാം എന്ന ഒരു നിലവാരത്തിലേക്ക് വരികയും ഇദ്ദേഹം അവിടെ നമ്മുടെ ഒലീവിയയുടെ ഓഫീസിലേക്ക് നേരിട്ട് ചെന്ന് അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ പോയിൻ്റ്, അദ്ദേഹം ഇന്നൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നു, ഞാൻ ഓൾറെഡി ഈ പ്രശ്നം ഉള്ള ആളുകളോട് സംസാരിച്ച് അവർ കോംപ്രമൈസിന് തയ്യാറാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹം കുറേ ആളുകൾക്ക് നീതി മേടിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹമായിട്ട് യാതൊരു ബന്ധമുള്ള സാധനമല്ല, അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നു, അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് നമ്മുടെ ഒലിവിയയുടെ ഓണേഴ്സുമായിട്ട് വലിയൊരു വാഗ്വാദത്തിന് ശേഷം പറഞ്ഞ് അദ്ദേഹം ഒരു നിഗമനത്തിലെത്തുന്നു. അവർ മൊബൈലും കാശും കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ തീരുമാനമാകുന്നു. അതിലാണ് നേരെ ഫോൺ എടുത്ത് വിളിക്കുന്നു. ഹലോ, ഒലിവിയയിൽ പ്രശ്നങ്ങൾ നേരിട്ട കുട്ടികളല്ലേ, നിങ്ങൾക്ക് മൊബൈലും പൈസയും തിരിച്ചു തരാനായിട്ട് നമ്മുടെ ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണേഴ്സ് തയ്യാറാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു വോയിസ് കേൾക്കുന്നു, ഇല്ല ചേട്ടാ, ഞങ്ങൾ ഇതാകുന്നില്ല, ഞങ്ങൾ കേസുമായി മുമ്പോട്ട് പോകുകയാണ്. ഇതാണ് അവിടെ സംഭവിച്ചത് എന്നാണ് അതുൽ ബ്ലോഗ്സ് പറയുന്നത്. ഇതാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ അതുലിൻ്റെ മാനസികാവസ്ഥ ഒന്ന് നോക്കണം. അതിലെണ്ണ അവിടെ ഇരുന്ന് ഉരുകി കാണും. കാരണം തലേ ദിവസം അവരോട് സംസാരിച്ചിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആർക്ക് വേണ്ടി സെറ്റിൽ ചെയ്യാൻ ചെന്നേ? അവരില്ല. സെറ്റിൽ ചെയ്യാൻ ചെന്നവർ പോയി. പിന്നെ നമ്മുടെ ഒലിവിയയുടെ സംസാരം അറിയില്ല. പുള്ളി അതുൽ ബ്ലോഗ്സിനെ ഇങ്ങനെ കീറി അയലിട്ട് ഉണക്കി ക്ലിപ്പിട്ട് വെച്ചാണ്. അതൊന്നും പുറത്തു പറയുന്നില്ല. അപ്പോൾ അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ തന്നെ ഉന്നയിച്ച കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ചില സ്ത്രീകൾ സിബി മോശമായി പെരുമാറി എന്ന തലത്തിലേക്ക് പറഞ്ഞിരുന്നു. അതിലും പുള്ളി ഇന്ന് ആ വീഡിയോയിൽ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞിരുന്നു, അദ്ദേഹം സിബി മാപ്പ് പറയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സ്ത്രീകൾ മുന്നോട്ട് വരാൻ തയ്യാറല്ല, അവർക്ക് പരാതിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് പ്രാന്താളാ പന്നി, ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. രണ്ടാമത്തത് അതിരണ്ണ് പാളി. എന്ത് ചെയ്യാൻ പറ്റും? അവരെ വിശ്വസിച്ച് കുറേ സാധനങ്ങൾ ചെയ്തു. നല്ല ക്ലാസ് ആയിട്ട് ആ സാധനം അങ്ങ് പാളി. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം നോക്കാം. നല്ല മനസ്സോടെ, നല്ല മനസ്സൊക്കെ നല്ല ക്ലീനാക്കി ഞാനും കൂടെ ഇറങ്ങിയൊരു പ്രശ്നമാണ്, അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് സോൾവ് ചെയ്യണം എന്ന ചിന്താഗതിയോടെ നമ്മുടെ അതുലണ്ണൻ ഇറങ്ങിത്തിരിക്കുന്നു. അതുലണ്ണൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു, കുട്ടികളുമായിട്ട് സംസാരിക്കുന്നു. സംഭവം 18 3G ആവുന്നു.
പുള്ളിയുടെ അന്നേരത്തെ മാനസികാവസ്ഥയിൽ സ്വാഭാവികമായും ഒരു യൂട്യൂബറാണ്. അപ്പം നമ്മളാണെങ്കിൽ തന്നെ ഒരു പോലീസുകാരെ മേടിച്ച് കഴിഞ്ഞാൽ ആപ്പിളെ ഫോൺ എടുത്ത് ലൈവ് ഇടും. പുള്ളി ഒരു വീഡിയോ എടുത്തിടുന്നു. ആ വീഡിയോയിൽ ഒരുപാട് സാധനങ്ങൾ പുള്ളി സംസാരിക്കുന്നുണ്ട്. ഇനിയും ഒലിവിയെ തർക്കം ഞാൻ തന്നെ എതിരെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പോയിന്റ് നമ്പർ 1, പുള്ളി അവരുടെ ഓഫീസിലാണ് നിൽക്കുന്നത്. പുള്ളിക്ക് അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പറ്റും. ശേഖരന്റെ നാട്ടിൽ മേടിച്ച് നീ അടങ്ങൂല്ലടാ. അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ കാരണം, പുള്ളി ആർക്ക് വേണ്ടിയാണോ പോയത് അവർ നല്ല ക്ലാസ് ആയിട്ട് കൈ കഴുകി അങ്ങ് പോയി. അവരിപ്പോൾ കൂടില്ല. ഇനി മൂന്നാമത്തെ സംഭവം, അദ്ദേഹം അതിമസ്മരികമായി ഏറി കയറിയിരിക്കുകയാണ്. ഏറി കയറി എന്ന് പറഞ്ഞാൽ ബഹിരാകാശവും കഴിഞ്ഞ് പോയി. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ പൈസ മേടിച്ചു, അതുകൊണ്ട് പൈസ മേടിച്ചു മറിഞ്ഞു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പേഴ്സണലി അങ്ങനെ വിശ്വസിക്കുന്നില്ല. എൻ്റെ അറിവിൽ ഈ മിക്ക ആൾക്കാരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. മുഖമില്ലാത്ത കുറേ കമൻറ്റുകൾ മാത്രമാണ് അങ്ങനെ വിശ്വസിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി അതാണോ സത്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് നല്ല ക്ലാസ് ആയിട്ട് ചീത്തപ്പരെ. പുള്ളിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു വലിയ പ്രശ്നം നടക്കുന്നു, ആ പ്രശ്നം സോൾവ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. കിട്ടിയ സൊല്യൂഷൻ എന്തുവാ? അടിച്ച് കൈ കൊടുത്തു. സന്തോഷമായി പുള്ളി വയറ് നിറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളുമായിട്ട് നിന്ന കുട്ടികൾക്കൊന്നും മുഖമില്ല. നമ്മൾ കണ്ടത് അതുലിൻ്റെ മുഖമാണ്. അപ്പോൾ ആ മുഖമാണ് നമ്മൾ ബ്രാൻഡാക്കിയത്. നമുക്ക് ഈ കുട്ടികൾ ആരാന്നറിയില്ല, കുറ്റം പറയാം. നീ എന്തിനാ അഖിലിനെ ഒറ്റയത് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്കറിയാവുന്ന മുഖം ഇതാ. നമ്മളെല്ലാവരും അതിനെ പിന്നെയും ചീത്ത വിളിച്ചു. അതിൽ റോക്കറ്റ് പോലെ അങ്ങ് ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് താഴെ ഇറങ്ങി വരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്തു നോക്കിയാലും നമുക്ക് പഠിക്കേണ്ടതായ ഒരു കാര്യമുണ്ടല്ലോ. നമ്മൾ പഠിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തനെ നമ്പി ഒരു സാധനം ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ വിശ്വസിച്ച് അയാൾക്ക് വേണ്ടി അയാൾ യാതൊരു എഫേർട്ടും ഇടാതെ നിങ്ങളുടെ മാത്രം എഫേർട്ടിൽ നിങ്ങൾ ഒരാളെ സഹായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 155.55% നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കും. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മുടെ അതുൽ വ്ളോഗ്സിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒരു വലിയ എൻ്റർടൈനിങ് ആയിരുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇത് ജസ്റ്റ് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതുൽ വ്ളോഗ്സിനെ വളരെ വലിച്ച് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ വശത്തു നിന്ന് നമ്മളൊരു നാണയം എടുത്തു കഴിഞ്ഞാൽ അതിന് തീർച്ചയായും 2 വശങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വശത്തു നിന്നും ചിന്തിക്കണം. അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹം ജെന്യുവിനാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഫൺ എലമെൻറ്റിലാണ് ഈ വീഡിയോസിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്ന് വീഡിയോസും ക്ലിപ്പിങ്സും ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം എനിക്കിനി കോപ്പിറൈറ്റ് മേടിക്കാൻ വയ്യ. കാരണം നമ്മുടെ കുട്ടി ചാനലിൻ്റെ ഗ്രോത്ത് നിങ്ങൾ കണ്ടതാണല്ലോ. ഞാൻ 1 വർഷം കൊണ്ട് കിടന്ന് കളച്ചിട്ട് 60 സബ്സ്ക്രൈബേഴ്സാണ് ആയത്. അപ്പോൾ വീണ്ടും കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.